ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖാണല്ലോ? ഞാൻ ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ കുറേ നാൾക്ക് ശേഷമാണ് നമ്മളൊരു വീഡിയോ ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ മടിയാണ് കേട്ടോ, ഭയങ്കര മടിയാ. എന്തെങ്കിലും ഇപ്പൊ വീഡിയോ സംബന്ധമായിട്ട് എന്തെങ്കിലും ഒരു ലോങ് കണ്ടന്റ് ഒക്കെ എടുക്കാനായിട്ടാണെങ്കിൽ ഭയങ്കര മടിയാ. ഒരിടക്ക് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇട്ടിട്ട് വന്നിരുന്നു, പിന്നെ ഞാൻ അത് നിർത്തി കളഞ്ഞു. ഇപ്പൊ ഇനിയും കണ്ടിന്യൂസ് ആയിട്ട് പോകണം എന്നൊക്കെ തന്നെയാണ് ആഗ്രഹം. പക്ഷെ പറയാൻ പറ്റൂല, എന്റെ കാര്യത്തില് ആ ഒരു കാര്യത്തിന് ഒരു ഉറപ്പ് പറയാൻ പറ്റില്ല. കാരണം എനിക്ക് ഇപ്പൊ കൂടുതലും ഇൻട്രസ്റ്റ് ഞാൻ കുറെ സീരീസ് കാണുന്നുണ്ട്. അപ്പൊ അതിന്റെ എപ്പിസോഡ്സ് ഒക്കെ റിലീസ് ആവുമ്പോഴത്തേനും അപ്പൊ എനിക്ക് അത് കാണാനും പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കഴിക്കാനൊക്കെയാണ് എനിക്ക് കൂടുതൽ താല്പര്യം. പക്ഷെ ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ആക്റ്റീവാണ് കേട്ടോ. അതിൽ ഭയങ്കരമായിട്ട് ആക്റ്റീവാ. ഈ യൂട്യൂബിൽ മാത്രമാണ് ഞാനിങ്ങനെ ഒരു വീഡിയോസ് ഇടാണ്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോ ഞാൻ ഒരു 3 മാസത്തോളം ഞാൻ റെസ്റ്റിലായിരുന്നു. കാരണം ഡോക്ടർ അധികം ജോലിയൊന്നും ചെയ്യാൻ പാടില്ല, അതേപോലെ തന്നെ ട്രാവൽ ചെയ്യാൻ പാടില്ല, അങ്ങനെയൊക്കെ പറഞ്ഞ്. അപ്പൊ ഞാൻ അങ്ങനെ പിന്നെ വോമിറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. വോമിറ്റിങ് കഴിഞ്ഞ പ്രാവശ്യത്തെ അത്രയ്ക്ക് ഇല്ല ഈ പ്രാവശ്യം. പക്ഷെ എന്നാലും വോമിറ്റിങ്ങും പിന്നെ എനിക്ക് അല്ലാണ്ടുള്ള കൺസീവ് ആയിരിക്കുമ്പോൾ ഉള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഒറ്റയ്ക്ക് മാനേജ് ചെയ്യണമല്ലോ. അപ്പോ ഞാനും അതെ, ജാൻവി അതെ, ഹബിയുടെ അടുത്ത് കുറച്ച് എന്താ പറയാ, കഴിഞ്ഞ മാസം സ്റ്റാർട്ടിങ്ങിൽ തൊട്ട് ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞു തുടങ്ങി, നമുക്ക് 2 ദിവസത്തേക്ക് എവിടെയെങ്കിലും ടൂർ പോയാലോ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഒന്നില്ലെങ്കിൽ ഞാൻ പറയും ഒരാഴ്ച ഏതെങ്കിലും ഒരു ദിവസം ഞാൻ പറഞ്ഞാല് പിന്നത്തെ ആഴ്ച ഒരു ദിവസം അവളായിരിക്കും പറയണ്ടാവുക. അപ്പോ അബി അതിന്റെ ഇടയ്ക്കൊരു 2 ആഴ്ച തായ്ലൻഡിൽ പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ പിന്നെ ഞാനും അവളും കൂടെ അത് പറഞ്ഞു, നീ തായ്ലൻഡിൽ പോയി വന്നോണ്ടിട്ടാണ് ഞങ്ങൾ ഇപ്പൊ ഒരു സ്ഥലത്ത് കൊണ്ടാവാത്തതെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പക്ഷെ അബീനെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോ എവിടെയെങ്കിലും പോണോന്നോ നമുക്ക് എന്തെങ്കിലും സാധനം വേണമെന്നോ ആളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആളുടെ മൈൻഡിൽ ഉണ്ടാവും. അത് നമുക്ക് ആൾക്ക് എപ്പോഴാണോ അതിനടുത്ത ദിവസം സാധിക്കുന്നത് അപ്പൊ നമുക്ക് സാധിച്ചു തരും. അല്ലെങ്കിൽ കൊണ്ടുപോവാണെങ്കിൽ കൊണ്ടുപോകും. അങ്ങനെയാണ്. ഇപ്പൊ ഫുഡൊക്കെ ആണെങ്കിൽ സ്പോട്ടിൽ തന്നെ മേടിച്ചൊക്കെ തരും. അപ്പൊ ഇത് ട്രാവൽ ചെയ്യേണ്ട കാര്യമാണ്, അതും 2 ദിവസത്തെ കാര്യമാണ്. അങ്ങനെ അപ്പോ ഇപ്പൊ ജൂലൈ ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് എന്റെ അടുത്ത് പറഞ്ഞു, അനു ഞാൻ അടുത്ത മാസം ഈ കഴിഞ്ഞ വ്യാഴം വെള്ളി ശനി ഞായർ ഞാൻ ലീവാണ്, നീ എവിടെയാണെന്ന് വെച്ചാൽ നോക്കിക്കോ, നമുക്ക് പോവാന്ന് പറഞ്ഞു. അപ്പൊ ആള് പറഞ്ഞത് നമുക്ക് ഫ്ലൈറ്റിന് ട്രാവൽ ചെയ്യാൻ പറ്റണ എവിടെയെങ്കിലും നീ നോക്ക്, അങ്ങനെയാണ് പറഞ്ഞത്. ആക്ച്വലി എനിക്ക് പണ്ട് മുതലേ ആഗ്രഹം HP പോണം, ഷിംല, കാശ്മീർ ഇങ്ങനത്തെ സ്ഥലങ്ങളാണ്. പക്ഷെ ഈ ഒരു സമയത്ത് അങ്ങനെ പോവാൻ പറ്റുമായിരുന്നു. പക്ഷെ ഇപ്പൊ ഇങ്ങനെ കൺസീവ് ആയിട്ടിരിക്കുന്നത് കൊണ്ടിട്ട് എനിക്ക് അങ്ങനെ അത്രയും ട്രാവൽ ചെയ്യാൻ പറ്റത്തില്ല. അതേപോലെ തന്നെ ഹൈ ആയിട്ടുള്ള സ്ഥലങ്ങളൊന്നും പോകാൻ പറ്റില്ല. പിന്നെ നമുക്ക് ഡോക്ടറിനെ പെട്ടെന്ന് കൺസൾട്ട് ചെയ്യാം, നമ്മുടെ നിയർ ബൈ ഡോക്ടർ ഹോസ്പിറ്റൽ ഉണ്ടായിരിക്കണം. അപ്പൊ അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെയാണ് നമുക്ക് പോകാൻ പറ്റുള്ളൂ. ഇൻ കേസ് എന്തെങ്കിലും എമർജൻസി വന്നാൽ പോണം എന്നുണ്ടെങ്കിൽ വേണം. അപ്പൊ അത്രയും ഹൈറ്റ് ഉള്ള സ്ഥലങ്ങൾ, പിന്നെ അധികം നേരം ട്രാവൽ ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ഷിംലയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഷിംല ഓർ താജ്മഹൽ എവിടെയാണെങ്കിലും ഇപ്പൊ നമ്മൾ ഇവിടെ നിന്ന് ഡൽഹി പോയിട്ട് അവിടെ നിന്ന് നല്ല ദൂരമുണ്ട്. ബസ്സിനൊക്കെ ഒരു ഫുൾ ഡേ ട്രാവൽ ചെയ്യണ പോലെയൊക്കെ തന്നെ ദൂരങ്ങളുണ്ട്. സോ അതുകൊണ്ട് അതൊന്നും പറ്റത്തില്ല. പിന്നെ ഉള്ള ഒരു ഹോപ്പ് ആൻഡമാൻ നിക്കോബാർ ആയിരുന്നു. കാരണം എനിക്ക് പാസ്പോർട്ട് ഇല്ലാത്ത സ്ഥലത്തെ പോകാൻ പറ്റത്തുള്ളൂ. എടുക്കണം പാസ്പോർട്ട് അടുത്ത് തന്നെ, അപ്പൊ എനിക്ക് അങ്ങനെ പോകാൻ പറ്റത്തുള്ളൂ. അപ്പൊ ആൻഡമാൻ നിക്കോബാർ ആണെങ്കിൽ എന്താ പറയാ, സീസൺ അല്ല. പിന്നെ നമ്മൾ വിചാരിച്ചത്, പിന്നെ അബിക്കാണെങ്കിൽ ബീച്ച് സൈഡിലോട്ട് പോകാനായിട്ട് താല്പര്യമില്ല. പിന്നെ കറങ്ങി തിരിഞ്ഞെത്തുന്നത് ഗോവയിലോട്ടാണ്. പക്ഷെ ഗോവയിൽ 2 പ്രാവശ്യം പോയിട്ടുണ്ട്. അപ്പൊ ഇനി ഈ വാവ കൂടെ വന്നതിന് ശേഷമായിരിക്കും ഇനി ഒരു ഗോവ ട്രിപ്പൊക്കെ ഉണ്ടാവുക. അപ്പൊ അങ്ങനെ അത് പറ്റത്തില്ല. പിന്നെ ഹിൽ സ്റ്റേഷൻസും കാര്യങ്ങളൊക്കെയാണ്. ഹിൽ സ്റ്റേഷൻസ് ഒക്കെ കേരള നിയർ ആണുള്ളത്. ദെൻ ഊട്ടിയിൽ ഞാൻ പോയിട്ടില്ല. സോ ഊട്ടി, കൊടൈക്കനാല് അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ നമ്മൾ കുറെ നോക്കിയായിരുന്നു. പക്ഷെ ഊട്ടി, കൊടൈക്കനാലൊക്കെ വന്നു കഴിയുമ്പോഴത്തേനും
മറ്റേ ഒരു ലൈറ്റ് ആയിട്ടൊരു ഫ്ലഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ, ഉരുൾപൊട്ടലൊക്കെ. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ നമുക്ക് അവിടെ പോകാനും നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പൊ ട്രാവൽ ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, ഈ കാര്യങ്ങള്. പിന്നെ നമ്മള് മധുരയിൽ പോവാന്ന് വെച്ചു. മധുരയിൽ പോവാന്ന് വെച്ച് കഴിഞ്ഞപ്പോ എന്താ ബുദ്ധിമുട്ടെന്ന് വെച്ചാല്, മധുരയും ട്രാവൽ ചെയ്യാനുണ്ട്, പിന്നെ കുറെ ഫുഡൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. മധുര മീനാക്ഷി ടെമ്പിൾ ഒക്കെ പറ്റും. പക്ഷെ എനിക്കധികം ചൂട് പറ്റത്തില്ല. പെട്ടെന്നായിരിക്കും എനിക്ക് എന്തെങ്കിലുമൊക്കെ ആയിട്ട് വരണത്. അതും മാത്രല്ല, പിന്നെ കുറച്ചും കൂടെ കഴിഞ്ഞാൽ വാലായ്മ സ്റ്റാർട്ട് ചെയ്യും. എനിക്ക് അറിഞ്ഞുകൂടാ, കാരണം അമ്പലത്തിൽ കയറാൻ പാടില്ല. അപ്പൊ അറിഞ്ഞുകൊണ്ട് നമ്മൾ അങ്ങനെ കയറുന്നത് ശരിയല്ലല്ലോ, എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പം അതുകൊണ്ട് നമ്മൾ ടെമ്പിൾ വിസിറ്റ് ഇപ്പൊ വേണ്ട എന്ന് വിചാരിച്ചു. അങ്ങനെ വ്യാഴാഴ്ച ഞങ്ങൾക്ക് കുറച്ച് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. വെള്ളിയാഴ്ച ആയപ്പോഴത്തേനും അബി ഇവിടെ ഇരുന്നിട്ട്, വെള്ളിയാഴ്ച അല്ല, വ്യാഴാഴ്ച ഉച്ചയായപ്പോഴത്തേനും ഇരുന്നിട്ട് അപ്പൊ എന്നോട് പറഞ്ഞു നമുക്ക് പോണ്ടിച്ചേരി പോവാന്ന് പറഞ്ഞു. അപ്പൊ നിനക്ക് എന്തായാലും ഭയങ്കരമായിട്ട് ട്രാവൽ ചെയ്യാനൊന്നും പറ്റത്തില്ല, അപ്പൊ ഒരു 2 മണിക്കൂർ, 2-2.5 മണിക്കൂറൊക്കെ ഉള്ള ട്രാവൽ നമുക്ക് നോക്കാം. നല്ലൊരു റിസോർട്ടോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് നോക്കാം. എന്നിട്ട് നീ അവിടെ നല്ല ഫുഡും നല്ല സീനറിയൊക്കെ ഉള്ള റിസോർട്ടും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ എങ്ങും പുറത്തോട്ടൊന്നും പോയില്ലെങ്കിലും കുഴപ്പമില്ല, റിസോർട്ടിൽ തന്നെ സ്റ്റേ ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ നമ്മള് പോണ്ടിച്ചേരിയില് റിസോർട്ട്സ് നോക്കാൻ തുടങ്ങി. അബി നോക്കാൻ തുടങ്ങി, ഞാനും നോക്കാൻ തുടങ്ങി. അപ്പൊ എനിക്ക് എന്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രൈവറ്റ് പൂളുള്ള ഒരു റിസോർട്ടായിരിക്കണം എന്നായിരുന്നു. കാരണം എനിക്ക് അത് ഭയങ്കര ആഗ്രഹം. കാരണം നമ്മളെപ്പോഴും പബ്ലിക്കായിട്ട് കോമൺ ആയിട്ടുള്ള പൂളുകളൊക്കെയാണ് യൂസ് ചെയ്യാറ്. അപ്പം പൂളിൽ അങ്ങനെ അധികം ഇറങ്ങാറില്ല, ബീച്ചിലും അതിലൊക്കെയാണ് പോവാറ്. സോ പ്രൈവറ്റ് പൂളുള്ള, ഞാൻ എവിടെയോ കണ്ടാണ്. അപ്പൊ എനിക്ക് ഭയങ്കര ആഗ്രഹം പ്രൈവറ്റ് ആയിട്ട് പൂളുള്ള ഒരു റിസോർട്ടിൽ പോകണം എന്ന്. അങ്ങനെ പോണ്ടിച്ചേരിയിൽ ഇപ്പൊ സീസൺ ആണ്, അപ്പോ ഒരുപാട് റിസോർട്ട് നോക്കി. എന്നാൽ നിയർ ബൈ ബീച്ചും വേണം. അപ്പൊ അങ്ങനത്തെ റിസോർട്ട് നമ്മളിങ്ങനെ കുറേ നോക്കി ലാസ്റ്റ് അപ്പൊ നമ്മൾ വിളിച്ചു നോക്കുമ്പോ ഒരു ദിവസത്തേക്കൊക്കെ, നമ്മൾ 2 ദിവസത്തേക്കാണ് പ്ലാൻ ചെയ്തത്. പക്ഷെ ഒരു ദിവസത്തേക്കൊക്കെ നമുക്ക് റിസോർട്ടിന്റെ അവൈലബിലിറ്റി ഉള്ളൂ, അതുകൊണ്ട് അത് കിട്ടത്തില്ല. അങ്ങനെ ഞാനിങ്ങനെ കുറേ തപ്പി ലാസ്റ്റ് സരവി റിസോർട്ട് എന്നും പറഞ്ഞിട്ട് ഒരു റിസോർട്ട് കിട്ടി. അടിപൊളി പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ അടിപൊളി റിസോർട്ടാണ് കേട്ടോ, ഒന്നും പറയാനില്ല. അപ്പം ഇനി ബീച്ച് നിയർ ആണ്, പ്രൈവറ്റ് പൂൾ ഉണ്ട്. അപ്പൊ എല്ലാം കൊണ്ടും ആംബിയൻസ് വൈസ് ആണെങ്കിലും എല്ലാം നല്ലതാണ്. അങ്ങനെ നമ്മൾ പെട്ടെന്ന് അഗോഡയില് ബുക്കൊക്കെ ചെയ്തു. ദെൻ വെള്ളിയാഴ്ച നമ്മള് പോണം. അപ്പൊ ഒരുപാട് തിരക്കൊന്നും പിടിക്കേണ്ട, ഭയങ്കര സ്ലോലി നമ്മൾക്ക് എല്ലാം ചെയ്താൽ മതി. അങ്ങനെ എനിക്കങ്ങനെ ഭയങ്കര ഇതായിട്ട് സ്പീഡിൽ ചെയ്യാനൊന്നും ഇപ്പൊ ഈ ഒരു സമയത്ത് എനിക്ക് പറ്റത്തില്ല. ചിലപ്പോ തലകറങ്ങും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ വരും. അങ്ങനെ നമ്മള് കുക്കീനെ നമ്മളൊരു എന്താ പറയാ പെറ്റ്സിന്റെ അവിടെ ഒരു ചേട്ടനുണ്ട്. അപ്പൊ അവിടെ ചേട്ടനല്ല, സോറി, ഒരുത്തനുണ്ട്. അപ്പൊ അവന്റെ അടുത്ത് കൊണ്ടുപോയി ആക്കി. അപ്പൊ ആദ്യം കുക്കിക്ക് അവിടെ നിൽക്കാനായിട്ടൊക്കെ ഭയങ്കര മടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഫുഡ് കൊടുത്തിട്ട് കഴിക്കണമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ നമ്മൾ കുറെ നോക്കി. അത് കഴിഞ്ഞപ്പോ അയാൾ പറഞ്ഞു നിങ്ങൾ പോയി കഴിഞ്ഞാലേ ശരിയാവുള്ളൂ. അങ്ങനെ ഞങ്ങൾ പോയി കഴിഞ്ഞ് അവള് പിന്നെ ഹാപ്പി. അവിടെ കടയിലും കുറച്ചു നേരം കൊണ്ടുവന്നിരുത്തും. പിന്നെ വീട്ടിലാണെങ്കിലും ഇതേപോലെ ഡോഗ്സ് ഉണ്ട്, നമ്മൾ ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ ഇങ്ങനെ കൊണ്ടുവന്ന് നിർത്തുമല്ലോ. അപ്പൊ അങ്ങനത്തെ കുറെ ഡോഗ്സ് വീട്ടിലുണ്ട്. അപ്പൊ കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ നമ്മള് പോണ്ടിച്ചേരി പോയി. ഞങ്ങളൊരു വെള്ളിയാഴ്ച ഒരു ഉച്ചയായപ്പോഴൊക്കെയാണ് പോയത്. ഒരു 3 മണി 4 മണിയൊക്കെ ആയപ്പോഴത്തേനും നമ്മള് പോണ്ടിച്ചേരിയിൽ കയറി. അപ്പൊ 3 മണിക്കാണ് ചെക്ക് ഇൻ ടൈം പറഞ്ഞത് സരവി റിസോർട്ടില്. അങ്ങനെ നമ്മൾ ചെക്ക് ഇൻ ചെയ്തു. ആംബിയൻസ് എവറിഥിങ് ഈസ് വെരി ഗുഡ്. അങ്ങനെ നമ്മൾ കയറി കഴിഞ്ഞ് ഞാൻ ആ റിസോർട്ടിന്റെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഞാനൊരു വീഡിയോ ആയിട്ട് ഇടാട്ടോ. അങ്ങനെ പ്രൈവറ്റ് സ്വിമ്മിംഗ് പൂളും കാര്യങ്ങളൊക്കെ. അപ്പൊ നമ്മൾ ചെന്നപ്പോ തന്നെ നമുക്ക് ഭയങ്കര വിശപ്പായിരുന്നു. അങ്ങനെ നമ്മള് റിസോർട്ടിൽ തന്നെ നമ്മള് റെസ്റ്റോറന്റ് ഉണ്ട്. അങ്ങനെ നമ്മള് ഫോൺ വിളിച്ച് പറഞ്ഞാൽ മതി. നമ്മൾ ഓർഡർ ചെയ്തു. അബി പറഞ്ഞത് എന്തോ ആൽഫ്രഡോ സീ ഫുഡ് പാസ്ത പറഞ്ഞു. ഞാനൊരു കോണ്ടിനെന്റൽ ഇതാ പറഞ്ഞത്,
അതിലൊരു ചിക്കന്റെ ബ്രസ്റ്റ് ഒരു ഇതുണ്ടാവും, പിന്നെ ഒരു കുറച്ച് പോർഷൻ റൈസ്, പിന്നെ കുറച്ച് വെജീസ്, ദെൻ പിന്നെന്താ ഫ്രഞ്ച് ഫ്രൈസ്, അങ്ങനെ അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഉള്ള ഒരു കോണ്ടിനെന്റൽ ഡിഷാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ അത് കഴിച്ചു. പിന്നെ നമ്മൾ നേരെ പൂളിലോട്ട് പോയി. അപ്പൊ നമ്മൾ വെള്ളിയാഴ്ച തന്നെ അബി പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഇപ്പൊ ചെന്ന ദിവസം തന്നെ നമുക്ക് ചിലപ്പോ എല്ലാ സ്ഥലവും എക്സ്പ്ലോർ ചെയ്യാനൊന്നും പറ്റത്തില്ല, അതുകൊണ്ടിട്ട് നമുക്ക് ചെല്ലണ ദിവസം നമുക്ക് റിസോർട്ടിൽ തന്നെ സ്പെൻഡ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പൂളിലൊക്കെ കുറേ നേരം കളിച്ച് ഒക്കെ കഴിഞ്ഞു. ഞാൻ ആ ഫസ്റ്റ് ദിവസം ഞാൻ ആ ഫുഡ് കഴിച്ച ആ സമയത്ത് ഞാൻ ഇറങ്ങിയില്ല കേട്ടോ. എനിക്ക് ഭയങ്കര പേടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എന്നിങ്ങനെയായിരിക്കും ഉള്ളുകൊണ്ട് ഭയങ്കര പേടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പൊ ഞാൻ ഇറങ്ങിയില്ല. ദെൻ അത് കഴിഞ്ഞ് ഇതൊക്കെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോ നമ്മൾ വിചാരിച്ചു അവിടെയൊക്കെ റിസോർട്ട് ഒന്ന് ചുറ്റിക്കറങ്ങി കാണാന്ന് വെച്ചു. അപ്പം നമുക്ക് പറ്റിയ വലിയ ആൾക്കാർക്ക് പറ്റിയ സ്വിമ്മിംഗ് പൂളാണ് നമ്മുടെ ഇതിന്റെ റൂമിന്റെ അകത്തുള്ളത്. ദെൻ അല്ലാണ്ട് പബ്ലിക്കായിട്ട് കുട്ടികൾക്ക് പറ്റുന്ന കുഞ്ഞു സ്വിമ്മിംഗ് പൂൾ ഉണ്ട്, അതൊക്കെ കണ്ടു. പിന്നെ ചെസ് കളിക്കാൻ പറ്റുന്ന ഒരു സെറ്റപ്പ് ഉണ്ട്, അത് കണ്ടു. അപ്പൊ അങ്ങനെ റെസ്റ്റോറന്റ് പോയി കണ്ടു. പിന്നെ ചെറിയൊരു പ്ലേ ഏരിയ ഉണ്ട്, അപ്പൊ അവിടെയൊക്കെ പോയി. പിന്നെ നമ്മള് കാറ് പാർക്കിംഗ് ചെയ്ത് പോയി. അപ്പൊ സാധാരണ ഇങ്ങനെ ട്രിപ്പിലൊക്കെ പോകുമ്പോഴത്തേനും അബിയായിരിക്കും എല്ലാ കാര്യങ്ങളും എവിടെയൊക്കെ പോണം അതൊക്കെ അബി തന്നെയായിരിക്കും തീരുമാനിക്കണ്ടാവാം. അപ്പൊ ഈ പ്രാവശ്യം ഫുള്ള് എനിക്കായിരുന്നു. അപ്പൊ എന്നോട് പറഞ്ഞു നിനക്ക് എവിടെയാണോ പോണ്ടേന്ന് വെച്ചാൽ നീ നോക്ക് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ കൂടുതലും ഇത് കൊടുത്തത് ഫുഡ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് ബേക്കറി സ്ട്രീറ്റ് പോവാം, എനിക്ക് ഫ്രഞ്ച് മാക്രൂൺസ് കഴിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മള് ബേക്കറി സ്ട്രീറ്റ് പോയി. ആക്ച്വലി ഞാൻ പറഞ്ഞല്ലോ സീസൺ ആയതുകൊണ്ട് തന്നെ അവിടെയൊക്കെ നമുക്ക് ഒരു പാർക്കിംഗ് സ്ലോട്ട് പോലും നമുക്ക് കിട്ടിയില്ല. അങ്ങനെ ഞങ്ങള് ബൊട്ടാണിക്കൽ ഗാർഡന്റെ അവിടെ കൊണ്ട് കാറ് പാർക്ക് ചെയ്തിട്ട് നമ്മൾ ഓട്ടോ പിടിച്ചു. സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ ട്രിപ്പും ട്രാവലൊക്കെ പോകുമ്പോൾ നമ്മള് ലോക്കൽ ഓട്ടോസ് ട്രൈ ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം ഇത് നമുക്ക് പാർക്കിങ്ങിന്റെ വിഷയം വരണില്ല, നമുക്ക് മാപ്പിന്റെ ആവശ്യം വരണില്ല, അങ്ങനെയൊക്കെ. അങ്ങനെ ബേക്കറി സ്ട്രീറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഓൾഡ് ആയിട്ടുള്ള നല്ലൊരു അടിപൊളി ബേക്കറി ആണ്. സോ ബേക്കറി സ്ട്രീറ്റ് ബേക്കറിയുടെ പേരാണ്. അങ്ങനെ നമ്മൾ ബേക്കറിയുടെ ഉള്ളിൽ കയറി. നല്ലൊരു അടിപൊളി ആംബിയൻസും കാര്യങ്ങളും ഒക്കെയാണ്. ദെൻ അവിടുന്ന് നമ്മൾ ഫ്രഞ്ച് മാക്രോൺസ് വാങ്ങിച്ചു കേട്ടോ. ഇത് 12 ഫ്ലേവർ ഉള്ള ഫ്രഞ്ച് മാക്രോൺസ് നമ്മൾ വാങ്ങിച്ചു. അടിപൊളിയായിരുന്നു. പക്ഷെ അതിന്റെ വീഡിയോസും കാര്യങ്ങളൊന്നും ഞാൻ എടുത്തില്ല. പക്ഷെ ബേക്കറിയിൽ പോണതും പിന്നെ ക്രോസോണന്റ് ട്രൈ ചെയ്യുന്നത്, ബട്ടർ ക്രോസോണന്റ് ട്രൈ ചെയ്യുന്നതും അതൊക്കെ ഉണ്ട്. പിന്നെ ജാൻവിക്ക് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോപ്സിക്കിൾസ് പോലത്തെ ഐസ്ക്രീം മേടിച്ചു. ദെൻ അവിടുത്തെ ഐസ്ക്രീമിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ കിട്ടുന്നത് അല്ലെങ്കിൽ ഇവിടെയൊക്കെ കിട്ടുന്ന ഐസ്ക്രീമിൽ മിൽക്ക് കൂടുതൽ ചേർത്തിട്ടുള്ളതാണ്. പക്ഷെ അവിടെ കിട്ടുന്നത് റിയൽ ഫ്രൂട്ടിന്റെ ടേസ്റ്റ് ആണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുക. ഫ്രൂട്ട് വെച്ചിട്ടുണ്ടാകുന്ന ഐസ്ക്രീം ആണ്. അതിൽ മിൽക്ക് ഒന്നും അവരങ്ങനെ യൂസ് ചെയ്യാറില്ല എന്ന് തോന്നുന്നു. അപ്പൊ ഇവിടെ സ്ട്രോബെറിയുടെ ആണ് പറഞ്ഞത്. സ്ട്രോബെറിയുടെ ഐസ്ക്രീം പുറത്ത് വൈറ്റ് ചോക്ലേറ്റ് കൊണ്ടിട്ട് സ്ട്രോബെറിയുടെ കളറിലൊരിതും ഒരു പച്ച കളറിലെ ഒരു ഫ്ലവർ ഒക്കെ ആയിട്ട് നല്ല സ്ട്രോബെറിയുടെ കളറിലത്തെ ഇത് ഉള്ള ഐസ്ക്രീമിന്റെ ഇത് കോട്ടിങ് കൊടുത്തേക്കും. അതുമേലെ ഒരു പച്ച കളറിലത്തെ അതുകൊണ്ട് തന്നെയുള്ള ഒരു പൂവൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. ദെൻ അത് കഴിച്ചു. അപ്പൊ നമുക്ക് സ്വീറ്റ്നെസ് അല്ല കൂടുതൽ കിട്ടുക, സ്ട്രോബെറിയുടെ ടേസ്റ്റ് ആയിരിക്കും കൂടുതൽ കിട്ടുന്നുണ്ടാവുക. അത് കഴിച്ചു. ദെൻ ബട്ടർ ക്രോസോണന്റ് കഴിച്ചു. ബട്ടർ ക്രോസോണന്റ് എന്ന് പറയുമ്പോൾ ഉള്ളിൽ ഫില്ലിങ്സ് ഒന്നും ഉണ്ടാവില്ല, നല്ല സോഫ്റ്റ് ആണ്, നല്ല പഞ്ഞി പോലെ ഇരിക്കും. ദെൻ ബട്ടർ യൂസ് ചെയ്തിട്ടാണ് അത് ഉണ്ടാക്കുന്നത്. അപ്പൊ നമുക്കത് കഴിക്കുമ്പോൾ ആ ഒരു ബട്ടറിന്റെ ടേസ്റ്റ് നമുക്ക് ഫീൽ ചെയ്യും. അങ്ങനെ അത്രയും അതൊക്കെ കഴിച്ചു. മാക്രോൺസ് ഒക്കെ വാങ്ങിച്ചു. അവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോ തൊട്ടടുത്ത് തന്നെ ഐസ്ക്രീം കണ്ടു. ഐസ്ക്രീം പാർലർ, അവരുടെ തന്നെ ഫാക്ടറി, അവരുടെ തന്നെ. അങ്ങനെ ഞാൻ കയറി. അപ്പൊ അവര് നിനക്ക് ഇതൊക്കെ ഇഷ്ടപ്പെടുമോ എന്ന് ചോദിച്ചു. കാരണം നമ്മള് ഈ നോർമൽ ഐസ്ക്രീം ഒക്കെ കഴിച്ചാൽ ഹെൽത്തി ആയിട്ടുള്ളതൊന്നും ഇഷ്ടപ്പെടില്ലല്ലോ. അങ്ങനെ നമ്മൾ അവിടെ കയറി. ജാൻവി വീണ്ടും സ്ട്രോബെറി ഐസ്ക്രീം തന്നെയാ പറഞ്ഞതെന്ന് തോന്നുന്നുണ്ട്. കോണില് സ്ട്രോബെറി ഐസ്ക്രീം പറഞ്ഞു. ഞാൻ അവിടെ ബിസ്കോഫ് ഉണ്ടായിരുന്നു, വേറെ കുറെ ടൈപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ലാസ്റ്റ് കറങ്ങി തിരിഞ്ഞ് വന്നിട്ട് എന്താ പറയാ
ലൈം ആൻഡ് മിന്റ് ഐസ്ക്രീം ഓർഡർ ചെയ്തു. എന്റെ പൊന്നോ, ശരിക്കും നമ്മൾ നാരങ്ങ നീര് വായിലിട്ട് എങ്ങനെ ഉണ്ടാകുമ്പോ അമ്മാതിരി പുളി മാതിരി ചെയ്തു. ഒട്ടും കഴിക്കാൻ പറ്റില്ല, പക്ഷെ കഴിച്ചു. അപ്പൊ അത് എന്നോട് ചോദിച്ചു, ഇത് ആരും മേടിക്കാറില്ലെന്ന് തോന്നുന്നു, നീയാണ് അതിട്ട് പോയി അത് മേടിച്ചേന്ന് തോന്നുന്നു വെച്ചു. അപ്പം ആക്ച്വലി ഞാനിത് നാട്ടീന്ന് ഒരു സ്ഥലത്ത്, ഞാൻ കലൂർ എവിടെന്നോ ഭാഗത്തുനിന്ന് ഇതേപോലെ ലൈം മിന്റ് അവരെനിക്ക് സാമ്പിൾ ടേസ്റ്റ് ചെയ്യാൻ തന്നിട്ട് ഞാൻ അങ്ങനെ കഴിച്ചു നോക്കിയിട്ടുണ്ട്. ദെൻ അപ്പം നല്ലതായിരുന്നു, കാരണം അവര് മിൽക്ക് ഒക്കെ യൂസ് ചെയ്തിട്ടാണ്. പക്ഷെ ഇത് മിൽക്ക് യൂസ് ചെയ്യില്ല ഇവര്, അതിനെന്തോ ഒരു പേര് പറയാം, അങ്ങനത്തെ ടൈപ്പ് ഐസ്ക്രീമാണ് അവിടെ കിട്ടുക. അപ്പോ ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ, ഞാൻ അയാളോട് ചോദിച്ചു, ഇതാരെങ്കിലും ഇതിനു മുന്നേ മേടിച്ചിട്ടുണ്ടോ, അതാ ഫസ്റ്റ് ഞാനാണോ മേടിച്ചതെന്ന് ചോദിച്ചു. അപ്പൊ അയാൾ പറഞ്ഞില്ല, ആൾക്കാർ മേടിക്കാറുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ വുഡ് സ്റ്റൈലില് പിസ്സ, ഫുള്ളി ഹാൻഡ് മെയ്ഡ് ആയിട്ട് നമ്മള് വുഡ് ഇതായിട്ടുള്ള ബോറമ്പയിലൊക്കെ ബേക്ക് ചെയ്യുന്ന പിസ്സ കിട്ടുന്ന സ്ഥലം. അപ്പൊ അതിനെന്തൊരു വേർഡ് പറയും. അപ്പൊ ഞാൻ ആ പിസ്സ കിട്ടുന്ന സ്ഥലം സെലക്ട് ചെയ്തു. അങ്ങനെ ഞങ്ങള് പിന്നെ അവിടെ നിന്ന് ഒരു ഓട്ടോ വിളിച്ച് അങ്ങനെ പോയി. അവിടെ നിന്ന് പിസ്സ ട്രൈ ചെയ്തു, പിന്നെന്താ ബർഗർ ട്രൈ ചെയ്തു. ദെൻ കോംപ്ലിമെന്ററി ആയിട്ട് അവര് ഐസ്ഡ് ടീ തന്നു. ദെൻ അത് ട്രൈ ചെയ്തു. ദെൻ അത് കഴിഞ്ഞിട്ട് നമ്മൾ വിചാരിച്ചു ഓക്കെ, അപ്പൊ അബിയുടെ ഫോണിന് ബാക്ക് കവർ വാങ്ങണമായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ കാറൊക്കെ എടുത്തിട്ട് പോണ വഴിക്ക് റിസോർട്ടിലോട്ട് പോണ വഴിക്ക് ബാക്ക് കവറും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു. ദെൻ നമ്മൾ റിസോർട്ടിൽ പോയി. പിന്നെ നേരെ തന്നെ ഇങ്ങോട്ട് ചാടി പൂളിലോട്ട് പോയി കുറെ നേരം പൂളിൽ സ്പെൻഡ് ചെയ്തു. ദെൻ ആ സമയത്താണ് ഞാൻ പൂളിൽ ഫസ്റ്റ് ആയിട്ട് ഇറങ്ങിയത്. ദെൻ എനിക്ക് ഇത്രയും വെള്ളം ഉണ്ട് കേട്ടോ പൂളില്. അപ്പോ അങ്ങനെ നമ്മൾ പൂളിൽ കുറെ നേരം നമ്മൾ പൂളിൽ സ്പെൻഡ് ചെയ്തു, തിരിച്ചു വന്നു. അപ്പൊ നമ്മൾ പിസ്സ കഴിച്ചു കഴിഞ്ഞപ്പോ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു, അപ്പൊ അത് നമ്മൾ പാഴ്സൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പൂളിൽ നിന്ന് ഇറങ്ങി കുളിയൊക്കെ കഴിഞ്ഞ്, അപ്പം നല്ല ചൂടുവെള്ളത്തിൽ കുളിയൊക്കെ കഴിഞ്ഞ് ഡ്രയർ ഉണ്ട്, അപ്പൊ ഡ്രയർ ഉണക്കിയൊക്കെ ചെയ്ത്. ദെൻ ഫ്രിഡ്ജ് ഉണ്ട് അവിടെ, അപ്പൊ അതില് തണുക്കാനൊക്കെ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. ദെൻ അതൊക്കെ കഴിഞ്ഞ് കുളിച്ച് പിസ്സ കഴിച്ചിട്ട് നമ്മള് ഈ മാക്രോൺസ് വാങ്ങിച്ചു എന്ന് പറഞ്ഞില്ലേ, പല ഫ്ലേവർ. അപ്പം 12 ഫ്ലേവർ ആണ്. ദെൻ റിയൽ ഫ്രൂട്ട് ടേസ്റ്റ് ഉണ്ട്, പിന്നെ വേറെ അതായിട്ടുള്ള ടേസ്റ്റ്, പിന്നെ അതിന്റെ ഫില്ലിങ്സ് കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു മാക്രോൺ എടുക്കും, ഞാനൊരു കടി അടിക്കും, അബി ഒരു കടി അടിക്കും, അബി എടുക്കണം, അബി ഒരു കടി അടിക്കും, ഞാൻ ഒരു കടി അടിക്കും, ഞാൻ ഒരു കടി അടിക്കും. അങ്ങനെ ഞങ്ങൾ ആ 12 മാക്രോൺസ് അവിടെ ഇരുന്ന് കഴിച്ചു. പിന്നെ കുറച്ച് നേരം TV കണ്ടു, ഫോണിലൊക്കെ ഇങ്ങനെ നോക്കി, അങ്ങനെ കിടന്നുറങ്ങി. അപ്പൊ ഒരു 10:30 ആവുമ്പോഴത്തേനും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് അവര് നമുക്ക് അലോ ചെയ്യുന്നതാണ്. അപ്പം ബഫേ ആണ്. അപ്പൊ അങ്ങനെ അവര് 10:30 ആയിരുന്നു പറഞ്ഞു, അപ്പൊ 10 മണിയാകുമ്പോ ക്ലോസ് ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ റെസ്റ്റോറന്റിൽ പോയി. അവിടെ കുറെ ഡിഷസ് ഉണ്ടായിരുന്നു. ബ്രെഡ്, ജാം, ബട്ടർ, കപ്പ് കേക്ക്, ഇഡ്ലി, ചട്നി, സാമ്പാർ, പിന്നെ നമുക്ക് ദോശ വേണം എന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ അവര് ഇത് ചെയ്തു തരും. പിന്നെ പൊങ്കല്, കിച്ചടി, പിന്നെ വട, പിന്നെ എന്തായിരുന്നു, പിന്നെ പാസ്ത, പിന്നെ നൂഡിൽസ്, കേസരി, പിന്നെ ചിക്കൻ കറി, അങ്ങനെ പിന്നെ ഇടിയപ്പം, തേങ്ങാപ്പാല്, പിന്നെ എന്തായിരുന്നു, പിന്നെ ചായ, കോഫി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വാട്ടർമെലൺ ജ്യൂസ്. അപ്പം അതൊക്കെ കുറേശ്ശെ കഴിച്ചു. പിന്നെ വന്നിട്ട് നമ്മൾ പോയത് സാറ്റർഡേ നമ്മൾ പോയത് മാൻഗ്രോവ് ഫോറസ്റ്റ് ആണ്. അങ്ങനെ മാൻഗ്രോവ് ഫോറസ്റ്റ് പോയി, അവിടെ ഒരു ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ പോയി തിരിച്ചു വന്നിട്ട് നമുക്ക് ഫുഡ് കഴിക്കണം. അതും നമ്മൾ പോയത് വൈറ്റ് സിറ്റിയിൽ തന്നെ ഒരു ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു കടയിലാണ്. ദെൻ അവിടെ പോയിട്ട് നമ്മള് പ്ലാറ്റർ ഓർഡർ ചെയ്തു, സീ ഫുഡ് പ്ലാറ്റർ ഓർഡർ ചെയ്തു. ദെൻ അതിൽ ക്രാബ് റോസ്റ്റ് ഉണ്ടായിരുന്നു. ക്രാബ് എനിക്ക് ജാൻവീനെ കഴിഞ്ഞ പ്രാവശ്യം ഗർഭിണിയായപ്പോ എനിക്ക് ക്രാബ് പറ്റാണ്ടായതാണ്, പിന്നത്തൊക്കെ ഇതുവരെ കഴിച്ചിട്ടില്ല. അപ്പൊ ഞാൻ ക്രാബ് മാറ്റി ചോദിച്ചപ്പോ ആ ചേട്ടൻ പറഞ്ഞു ചെമ്മീൻ റോസ്റ്റ് തരാന്ന് പറഞ്ഞു. അങ്ങനെ ചെമ്മീൻ റോസ്റ്റ്, ഫിഷ്, അങ്ങനെ ഒരു പ്ലാറ്റർ
സീ ഫുഡ് പ്ലാറ്റർ ഓർഡർ ചെയ്തു. ദെൻ അതൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് സ്വപ്നക്കൂട് ഷൂട്ട് ചെയ്തിട്ടുള്ള ഈ സ്ഥലവും ഞാൻ തന്നെ കണ്ടുപിടിച്ചത്. പിന്നെ സ്വപ്നക്കൂട് ഷൂട്ട് ചെയ്തിട്ടുള്ള ദ സ്പോട്ട് എന്ന് പറഞ്ഞിട്ട് ആ ഒരു കഫേയിൽ എനിക്ക് പോകണം എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മള് ഈ സ്വപ്നക്കൂട് ഷൂട്ട് ചെയ്ത് അവിടെ പോയി ദ സ്പോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള. ആക്ച്വലി പാർക്കിംഗ് ഭയങ്കര പ്രശ്നമാണ്. അങ്ങനെ അതിന്റെ വീഡിയോ, അതിന്റെ ഷോർട്സ് ഇതിൽ ഓൾറെഡി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അത് കാണണം എന്നുണ്ടെങ്കിൽ ആ ഷോർട്സ് പോയി നോക്കിയാൽ മതി. ദെൻ അവിടെ വന്നു. അപ്പം നല്ല ആംബിയൻസ്, നല്ല കാറ്റ്, അങ്ങനെ. അപ്പൊ അവിടെ കയറി. അപ്പൊ അവിടുത്തെ സ്പെഷ്യൽ ആയിട്ട് ചൂറോസ് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ദെൻ അവര് പുതിയതായിട്ട് ലോഞ്ച് ചെയ്തതാ ചൂറോസ്. അപ്പൊ ഞാൻ ഇവിടെ പോണ്ടിച്ചേരി പോണേന് 2 ആഴ്ച മുന്നേ ഞാൻ ഇവിടെ ഒന്ന് ചൂറോസ് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ടേസ്റ്റ് വൈസും എല്ലാ കാര്യങ്ങളും അടിപൊളിയായിരുന്നു. പക്ഷെ എനിക്ക് ആ ഒരു നോസിലിട്ട് ഇങ്ങനെ ഇത് കഴിയുമ്പോ വലിച്ചു കഴിയുമ്പോഴത്തേക്ക് എനിക്ക് ആ ഷേപ്പ് കിട്ടുന്നുണ്ട്, പക്ഷെ ഭയങ്കര ടൈറ്റ്നെസ് ഫീൽ ചെയ്യുന്നു. അതുകൊണ്ട് എനിക്ക് അങ്ങനെ അത്ര ഇതായിട്ട് കിട്ടണില്ല. അപ്പൊ ഞാൻ നോസിലിടാണ്ടാണ് ഞാൻ ഉണ്ടാക്കിയത്. ദെൻ അത് മിൽക്ക് ചോക്ലേറ്റ് ആയിരുന്നു ഞാൻ ചെയ്തത്. വൈറ്റ് ചോക്ലേറ്റ് സോസ് ആയിരുന്നു ഞാൻ ചെയ്തത്. ദെൻ അത് കഴിച്ചു. പക്ഷെ എനിക്ക് അവിടെ കഴിച്ച ചൂറോസിനേക്കാളും കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതൽ തോന്നിയത് ഞാൻ അവിടെ ഉണ്ടാക്കിയ ചൂറോസ് ആയിരുന്നു. ദെൻ ടിറാമിസു ഓർഡർ ചെയ്തു. ടിറാമിസു കഴിച്ചു. പിന്നെ നമ്മൾ അതിന്റെ മുകളിലൊക്കെ പോയി കണ്ടു. അപ്പൊ അത് വേറൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. കാരണം അവര് റിനോവേറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും ആ ഒരു പഴയ ഭംഗി നിലനിർത്തിക്കൊണ്ട്, ആ തൂണുകളും കാര്യങ്ങളും ആ ഒരു പഴയ ഭംഗി നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് റിനോവേറ്റ് ചെയ്തിട്ടുള്ളത്. ഇത്രയും നാളും ക്ലോസ്ഡ് ആയിരുന്നു. അപ്പൊ നമുക്ക് ആ പാട്ടിലും അല്ലെങ്കിൽ ആ ഓരോ സീൻസിലൊക്കെ കാണുന്നത് നമ്മളുടെ മൈൻഡിൽ കൂടി ഇങ്ങനെ മറഞ്ഞു പോകും. അങ്ങനെയാണ്. ഓക്കെ. അപ്പൊ അങ്ങനെ അവിടെ കുറച്ചു നേരം സ്പെൻഡ് ചെയ്തു. ദെൻ അത് ആക്ച്വലി പറഞ്ഞ ബാറും കൂടിയിട്ടാണ്. അപ്പം ഒരുപാട് പേര് അവിടെ വന്നിരുന്നിട്ട് ബിയർ, പിന്നെ ഹോട്ടായിട്ടുള്ള ഈ സാധനങ്ങള്, കോക്ടെയില്, മോക്ടെയില്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിക്കുന്നുണ്ട്. പിന്നെ ഇങ്ങനെ ഇരിക്കണോണ്ട് നമുക്ക് കഴിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോ ലിക്കർ നന്നായിട്ട് കിട്ടുന്ന സ്ഥലമാണ് പോണ്ടിച്ചേരി. അപ്പൊ അങ്ങനെ എനിക്ക് ഇത് കൺസീവ് അല്ലാതെന്ന് വെച്ചെങ്കിൽ ഞാൻ ചിലപ്പോ ഒരു കോക്ടെയിലൊക്കെ കഴിച്ചേനെ. പക്ഷെ കൺസീവ് ആയിരിക്കുന്നതുകൊണ്ട് ഞാൻ കോക്ടെയിൽ കഴിച്ചില്ല. അതുകൊണ്ട് അവിക്കും കഴിക്കാൻ പറ്റിയില്ല. പക്ഷെ അവി അങ്ങനെ കഴിക്കുന്ന കൂട്ടത്തിലല്ല. ഓക്കെ. ഞാൻ പറഞ്ഞാലേ ഉള്ളൂ പിന്നെ എനിക്ക് നമുക്ക് ഇത് ട്രൈ ചെയ്താലോ എന്നൊക്കെ ഞാൻ പറഞ്ഞാലേ ഉള്ളൂ. അല്ലാണ്ട് അവ അങ്ങനെ കഴിക്കുന്ന കൂട്ടത്തിലൊന്നുമല്ല. സോ ഞാനും പറഞ്ഞു വേണ്ട, കഴിക്കണ്ട, എനിക്ക് കഴിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് കഴിക്കണ്ടെന്നൊക്കെ പറഞ്ഞു. കോക്ടെയിൽ അല്ലെങ്കിൽ ബിയർ, അങ്ങനത്തെ കാര്യങ്ങൾ. ദെൻ അവിടുന്ന് നമ്മൾ ഇറങ്ങി. പിന്നെ കുറെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു കേട്ടോ. പിന്നെ ഫ്രണ്ടിൽ തന്നെ ബീച്ചാണ്. അപ്പൊ ബീച്ചിൽ പോയി കുറച്ചു നേരം അവിടെ സ്പെൻഡ് ഒക്കെ ചെയ്ത് ദെൻ നമ്മൾ വിചാരിച്ചു ഓക്കെ നമ്മൾ ടയർഡായി. ദെൻ നമ്മൾ വിചാരിച്ചു ഓക്കെ നമുക്ക് റിസോർട്ടിലോട്ട് തിരിച്ചു പോവാന്ന് വിചാരിച്ചു. അങ്ങനെ റിസോർട്ടിൽ പോയി. അപ്പൊ ഇനി അവിടെ നിന്ന് തിരിച്ചു പോണ വഴിക്ക് നമ്മുടെ റിസോർട്ടിന്റെ അടുത്ത് എത്താറായപ്പോഴത്തേനും എനിക്ക് അവിടുത്തെ ചായ എനിക്ക് അത്ര ശരിയാവണില്ല. കാലത്ത് മാത്രം നമ്മൾ ചായ കുടിക്കുന്നുള്ളൂ. അപ്പൊ എനിക്ക് വൈകിട്ട് ചായ ശരിയാവണില്ല. അപ്പൊ ഞാൻ അവിടെ ഒരു കടയിൽ കയറിയിട്ട് ചായ കുടിച്ചു. അപ്പൊ അതിന്റെ അടുത്ത് ഫാക്ടറി ഔട്ട്ലെറ്റ് ഉണ്ടായിരുന്നു. H&Mന്റെ ഡ്രസ്സൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ജാനുക്ക് കുറച്ച് ഫ്രോക്സ് ഒക്കെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞാൻ കുറച്ച് ഫ്രോക്സ് ഒക്കെ വാങ്ങിച്ചു. അപ്പൊ ഒരു ചേട്ടൻ വന്നിട്ട് പറഞ്ഞു മോളൊന്ന് വെച്ച് നോക്കിക്കോട്ടെ എന്ന് ചോദിച്ചു. ആ ചേട്ടൻ്റെ എന്തൊരു കുഞ്ഞു പാന്റ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോ ആള് പറഞ്ഞു ഇല്ല, മോനുണ്ട്. അപ്പൊ ജാൻവിയുടെ തന്നെ ഹൈറ്റ് ആണ്, 6 വയസ്സ് സെയിം ആണ്. സോ അപ്പൊ അവന് വാങ്ങാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. അങ്ങനെ വെച്ചൊക്കെ നോക്കി ഞാൻ സെലക്ട് ഒക്കെ ചെയ്തു. അങ്ങനെ ഞങ്ങൾ ഡ്രസ്സൊക്കെ വാങ്ങിച്ച് ഞാൻ റിസോർട്ടിൽ വന്നു. റിസോർട്ടിൽ വന്നു കഴിഞ്ഞപ്പോ ഭയങ്കര വിശപ്പ്. അപ്പം റിസോർട്ടിലെ റെസ്റ്റോറന്റ് ക്ലോസ് ചെയ്യാറായി. പിന്നെ നമുക്ക് പാസ്തയും സാൻഡ്വിച്ച് ഒക്കെ കിട്ടത്തുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു എന്ന് വെച്ചാല് ഓർഡർ ചെയ്തു. KFCയുടെ ബർഗർ ഓർഡർ ചെയ്തു. പിന്നെ ഫ്രഞ്ച് ഫ്രൈസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്തു. ദെൻ അതൊക്കെ കഴിച്ചു. പിന്നെയും പൂളി പോയിട്ട് കുറെ നേരം സ്പെൻഡ് ചെയ്തു കേട്ടോ. അതിന്റെ ഇടക്ക് എന്താ പറയാ, പ്രകൃതി കനിഞ്ഞ് നല്ല മഴ പെയ്തു. നമ്മള് 3 ആളും മഴയത്ത് നനഞ്ഞ് കുളിച്ച് വെള്ളത്തിൽ നിന്ന് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. ഭയങ്കര ഹാപ്പി ആയിരുന്നു. അങ്ങനത്തെ ഒരു മൊമെന്റ് ആയിരുന്നു കേട്ടോ. കാരണം
പൂളൊക്കെ ദെൻ മഴയെന്ന് പറഞ്ഞപ്പോഴത്തേക്കും എക്സ്ട്രാ സന്തോഷം. ദെൻ മഴയത്ത് നിന്ന് പൂളില് കളിച്ചു. പിന്നെ ഞങ്ങൾക്ക് വേണ്ട റീൽസും കാര്യങ്ങളൊക്കെ ഞങ്ങൾ എടുത്തു. അങ്ങനെ കുറെ കഴിഞ്ഞ് കുളിച്ച് വന്ന് ഫുഡൊക്കെ കഴിച്ചു, അങ്ങനെ കിടന്നുറങ്ങി. പിറ്റേ ദിവസം സൺഡേ ആയിരുന്നു. സൺഡേ നമ്മൾ വിചാരിച്ചു ഇനിയിപ്പോ വേറെ സ്ഥലത്തൊന്നും പോകണ്ട, നമുക്ക് റിസോർട്ടിൽ തന്നെ സ്പെൻഡ് ചെയ്യാം, കാരണം കുറച്ച് സമയമല്ലേ ഉണ്ടാവുള്ളൂ, അപ്പൊ നമുക്ക് മാക്സിമം പൂളിൽ തന്നെ സ്പെൻഡ് ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ നമ്മള് അപ്പം അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് 7:30 തൊട്ട് 9:30 വരെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ എണീറ്റു, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, തിരിച്ചു വന്നു. ദെൻ അത് കഴിഞ്ഞ് നമ്മള് പാക്ക് ചെയ്തു. ഫസ്റ്റ് പാക്ക് ചെയ്തിട്ട് നമ്മള് അലാറം വെച്ചു. അല്ലെങ്കിൽ ചിലപ്പോ നമ്മള് 12 മണിക്ക് ചെക്ക് ഔട്ട് ചെയ്യണം. അങ്ങനെ നമ്മൾ അലാറം വെച്ചു. ദെൻ പൂളില് കുറേ നേരം കളിച്ചു. ദെൻ വന്നിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ ഇട്ട് ദെൻ ബാക്ക് ടു ചെന്നൈ. അപ്പൊ അത് ഒരു 2 മണിക്കൂറത്തെ ട്രാവലുള്ളൂ കേട്ടോ. ആക്ച്വലി ഞാൻ എന്നിട്ട് വന്ന വഴിക്ക് റംബൂട്ടാൻ, മാംഗോസ്റ്റീനൊക്കെ വിൽക്കാൻ വെച്ചിരിക്കുന്നുണ്ട്. ആ പോണ്ടിച്ചേരി ടു ആ ഒരു ചെന്നൈന്ന് വളയണ ഒരു സ്പോട്ട് ഉണ്ട്. അപ്പൊ അവിടെ ആകെ ഈ ഒരു ഇത് മാത്രമേ ഉള്ളൂ. വില കഴിച്ചപ്പോ 400 രൂപയൊക്കെയാണ് കിലോ പറഞ്ഞത്. ഞാൻ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങള് ചെന്നൈ ആ ഒരു റൂട്ടിലോട്ട് കയറി കഴിഞ്ഞപ്പം അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ ചോദിച്ചപ്പോ 300 ആയിരുന്നു, 100 കുറവ് 1 kg. അങ്ങനെ ഞാൻ അവിടെ നിന്ന് അപ്പൊ ആ ചേട്ടൻ സാമ്പിള് വേഗം തന്നു. എനിക്കും ഒരു റംബൂട്ടാൻ തന്നു, അബിക്കും ഒരു റംബൂട്ടാൻ കൊടുത്തു. ദെൻ ഞങ്ങള് 1 കിലോ റംബൂട്ടാൻ അവിടെ നിന്ന് വാങ്ങിച്ചു. അത് കഴിഞ്ഞ് കുറച്ചും കൂടെ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും വേറൊരു ആള് റംബൂട്ടാൻ വെക്കുന്നു. അങ്ങനെ അവിടെ ചോദിച്ചപ്പോ അതും ഈ ഒരു 300 റേറ്റ് തന്നെയാണ്. അവിടെ നിന്നും 1 കിലോ റംബൂട്ടാൻ മേടിച്ചു. 2 കിലോ റംബൂട്ടാനാണ് നമ്മൾ മേടിച്ചത്. ഇവിടെ വന്നപ്പോ തന്നെ നമ്മള് കുറെ കഴിച്ചു കേട്ടോ. ഇന്നലെയും കുറെ കഴിച്ചു റംബൂട്ടാൻ. അങ്ങനെ ഇപ്പം ഞാൻ ഇപ്പൊ ഫുൾ ഫ്രൂട്ട്സ്, റംബൂട്ടാൻ, മാംഗോസ്റ്റീൻ ഇങ്ങനത്തെ കാര്യങ്ങളാണ് കൂടുതലും ഞാൻ കഴിച്ചിട്ടുള്ളത്. ദെൻ പിന്നെ ഞാൻ പോണ്ടിച്ചേരിയില് ഇപ്പൊ പോയത് 3ാമത്തെ പ്രാവശ്യമാണ്. ഫസ്റ്റ് ടൈം കല്യാണം കഴിഞ്ഞ സമയത്ത് ഞങ്ങള് പോയായിരുന്നു. അന്ന് 2 വീലറിനാണ് കേട്ടോ പോയത്, ആക്റ്റീവൊക്കെ ആയിരുന്നു പോയത്. പിന്നെ സെക്കൻഡ് ടൈം ഞാൻ പോയത് ജാൻവിയും ഞാനും അബിയും കൂടെയാണ് പോയത്. അത് കാറിനായിരുന്നു പോയത്. ദെൻ ഇത് തേർഡ് പ്രാവശ്യമാണ്. അതായത് നമ്മൾ ഒരു സ്ഥലത്ത് നമ്മൾ ഒരു പ്രാവശ്യം പോയി കഴിയുമ്പോൾ നമുക്ക് അവിടുത്തെ എല്ലാ സ്ഥലങ്ങളും എല്ലാ കാര്യങ്ങളും നമ്മളെ കൊണ്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് കുറച്ച് സ്ഥലങ്ങളൊക്കെ പറ്റത്തുള്ളൂ. അപ്പൊ നമ്മളിപ്പോ ഒരു 3 പ്രാവശ്യം പോയതുകൊണ്ട് ഇപ്പൊ ഞങ്ങൾക്ക് കുറെ സ്ഥലങ്ങളൊന്നും, ഇപ്പൊ റോക്ക് ബീച്ച്, പിന്നെ വേറെ കുറെ സ്ഥലങ്ങളൊക്കെ ഉണ്ട്, ബീച്ചസ് ഉണ്ട്. അപ്പൊ അവിടെ ഒന്നും ഞങ്ങൾക്ക് പോകേണ്ടി വന്നിട്ടില്ല, കാരണം അതൊക്കെ ഞങ്ങൾ ഓൾറെഡി പോയതാണ്. അപ്പോ പിന്നെ ഞങ്ങൾക്ക് അവിടെ ഒരു ഗണപതിയുടെ ടെമ്പിൾ ഉണ്ട്. കാരണം ഞാൻ ആ കല്യാണം കഴിഞ്ഞ സമയത്ത് പോയപ്പോ അവിടെ ഒരു ആന ഉണ്ടായിരുന്നു, ലക്ഷ്മിന്നോ പറഞ്ഞിട്ട് എന്തോ ഒരു ആന ഉണ്ടായിരുന്നു. അപ്പം ആ ആന നമ്മളിങ്ങനെ കുറച്ച് ഇങ്ങനെ പൈസ കൊടുക്കുമ്പോൾ നമ്മളിങ്ങനെ അനുഗ്രഹിക്കും. നല്ലൊരു ആനയായിരുന്നു കേട്ടോ. അപ്പൊ നെക്സ്റ്റ് ടൈം ജാൻവി ആയിട്ട് പോയ സമയത്ത് ആനേനെ കാണാന്നൊക്കെ വിചാരിച്ചു പോയി. പക്ഷെ ആന എന്താ പറയാ, ആന മരിച്ചു പോയായിരുന്നു. അപ്പൊ അതിന്റെ സ്റ്റാച്ചുവോ കാര്യങ്ങളോ എന്തൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ദെൻ ആ ഫസ്റ്റ് ടൈമില് ഞാൻ ആ ഒരു ഗണപതി ടെമ്പിളിൽ പോയി കഴിഞ്ഞപ്പോ എന്താ പറയാ, ഞാൻ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു, ഇനി ഞാൻ വരുമ്പോ എനിക്കൊരു ഭാവി ഉണ്ടാവണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ കുറെ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കിട്ടിയ മുതലാണ് എന്റെ ജാമി മോള്. അപ്പോ എനിക്ക് ആ അമ്പലത്തിൽ പോകണമെന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എന്തെങ്കിലും വഴിപാട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജാൻവി ആയിട്ട് പോയപ്പോ ഞാൻ അവിടെ നിന്ന് ഒരു വഴിപാട് കഴിച്ചു. എപ്പൊ പോയാലും ഞാൻ മിസ്സാക്കാറില്ല ആ ഗണപതിയുടെ ടെമ്പിള്. അടിപൊളി ഗണപതിയുടെ ടെമ്പിൾ ആണ് കേട്ടോ. നിങ്ങൾ എപ്പോഴെങ്കിലും പോണ്ടിച്ചേരി പോവാണെങ്കിൽ മസ്റ്റ് വിസിറ്റ് ചെയ്യേണ്ട സ്ഥലമാണ് ആ ഒരു ഗണപതി ടെമ്പിള്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ആ ടെമ്പിളിൽ പോവാനും അവിടുത്തെ ആംബിയൻസും പിന്നെ ആ ഒരു ഗണപതി ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ എന്ത് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിലും നമുക്കത് എന്താ പറയാ, നമ്മള് വാരിക്കൊരു ചരിപ്പ. അപ്പൊ അങ്ങനെ ഒരു പോണ്ടിച്ചേരി യാത്ര പോയിട്ട് വന്നു. കുറെയൊക്കെ ഫുഡാണ് എക്സ്പ്ലോർ ചെയ്തത്. പിന്നെ ഇപ്പൊ മാംഗ്രോവ് ഫോറസ്റ്റ് ഒക്കെ ഞാൻ ഇപ്പൊ കണ്ടുപിടിച്ച കുറെ കാര്യങ്ങളാണ്. അപ്പോ
നിങ്ങൾ എപ്പോഴെങ്കിലും ഒക്കെ പോണ്ടിച്ചേരിയിൽ പോകുമ്പോ ഈ സ്ഥലങ്ങളും ഈ ഫുഡും കാര്യങ്ങളൊക്കെ നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പൊ ഒരു അടിപൊളി ഒരു ട്രിപ്പായിരുന്നു. അപ്പൊ ഇത്രേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. ഇതൊരു ട്രാവലോഗ് പോലെയോ അങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പൊ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരണ വരെ ടാറ്റ ബൈ ബൈ, സീ യു.